ആലപ്പുഴ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ഹരിപ്പാട് ടൗണിലേക്ക്. ഇവിടെ ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ വലിയ ജനസഞ്ചയമാണ്. ആലപ്പുഴയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും വലിയ വികാരവായ്പോടെയാണ് ഹരിപ്പാട് ജംഗ്ഷനിൽ ജനങ്ങൾ VSന് ആദരമർപ്പിക്കുന്നത്. ഈ ഹരിപ്പാട് ജംഗ്ഷന്റെ തുടക്കം മുതൽ ഈ ജംഗ്ഷൻ അവസാനിക്കുന്നത് വരെയുള്ള ആ റോഡിന്റെ ഇരുവശവും ജനങ്ങൾ ഒരു മതില് പോലെ രണ്ട് ഭാഗത്തായി അവർക്ക് അവരുടെ പ്രിയ നായകന് അവസാന യാത്ര കടന്നു പോകാനുള്ള വഴിയൊരുക്കി കാത്തുനിൽപ്പുണ്ട്. അവരുടെ എല്ലാം കൈകളിൽ ഒരു പിടി പുഷ്പവുമുണ്ട്, റോസാപ്പൂവുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ VSനെ ഏതൊക്കെ രീതിയിൽ സ്നേഹിക്കാമോ ആ രീതിയിലൊക്കെ സ്നേഹം പ്രകടമാക്കുന്ന രീതിയിൽ ചിത്രം വരച്ചും റോസാപുഷ്പങ്ങളുമായും ഒക്കെ ജനങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നു. എത്രയോ മണിക്കൂറുകളായുള്ള കാത്തിരിപ്പാണ്. അവരുടെ പ്രിയ നേതാവ് വിടവാങ്ങിയെന്ന വാർത്ത കേട്ട് അത് ഉൾക്കൊള്ളാനാകാതെ വിങ്ങിപ്പൊട്ടിയ നിമിഷം മുതൽ അവർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. അവർക്കറിയാം വലിയ ചുടുകാടിലാണ് VS അച്യുതാനന്ദൻ സ്വന്തം പ്രിയപ്പെട്ട രക്തസാക്ഷി സഖാക്കൾക്കൊപ്പം അദ്ദേഹവും എന്നേക്കുമായി അനശ്വരനായി അവിടെ അന്ത്യവിശ്രമം കൊള്ളുമെന്ന്. ആ അന്ത്യവിശ്രമ സ്ഥലത്തേക്കുള്ള യാത്ര ഞങ്ങളുടെ ഈ വഴിത്താരയിലൂടെ ആകും എന്ന് അവർക്കുറപ്പാണ്. മുദ്രാവാക്യം വിളികളുമായി അവരുടെ പ്രിയ സഖാവിനെ വരവേൽക്കുകയാണ്. അന്ത്യയാത്ര നേരുകയാണ്. ഇതൊരു യാത്രയേപ്പല്ല, ഇത് VSന്റെ ആത്മാവിനെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അവരുടെ ആത്മാവിലേക്ക് സ്വാംശീകരിക്കുന്ന ഒരു ക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അത്രത്തോളം അവർ സ്നേഹിക്കുന്നു VS അച്യുതാനന്ദനെ. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും, ഒരുവിധം എല്ലാവർക്കും അവരുടെ പഴയ തലമുറ എങ്ങനെയാണ് അവരുടെ പോരാട്ടങ്ങളിലൂടെ അവരുടെ ജീവിതം തിരിച്ചു പിടിച്ചത്, അന്തസ്സാർന്നൊരു ജീവിതത്തിലേക്ക് അവർ കടന്നു വന്നതെന്ന് അവർക്കറിയാം. VS അച്യുതാനന്ദൻ്റെ പോരാട്ടങ്ങളെക്കുറിച്ച് അവരുടെ മുൻ തലമുറയ്ക്ക് VS എങ്ങനെയാണ് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് പോരാട്ടത്തിൻ്റെ വീതിയിലേക്ക് കടന്നു വന്നതെന്ന് അവർക്കറിയാം. ആ കഥകളുടെ ആയിരം സ്മരണകളുടെ ഇരമ്പലുമായിട്ടാണ് ഈ ആലപ്പുഴ ജില്ലയിൽ ഈ ഹരിപ്പാട് ടൗണിൽ വലിയ ഒരു ആദരം അർപ്പിക്കാൻ വേണ്ടി ഒത്തുകൂടിയിരിക്കുന്നത്. ആ വാഹനം, VSന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹനം, പ്രത്യേകം തയ്യാറാക്കിയ പുഷ്പാലങ്കൃതമായ ആ വാഹനം ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ആ ജനക്കൂട്ടം ആ വാഹനത്തെ പൊതിഞ്ഞു നിൽക്കുന്നു. ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വലിയ പാടാണ്. അവർ VSനെ കാണാതെ മടങ്ങില്ല. ഇവിടെ നിൽക്കുന്ന ഓരോ കുഞ്ഞു കുട്ടിക്കും ആ VSന്റെ മുഖം കാണണമെന്നുള്ള ആഗ്രഹമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ വിലാപയാത്ര ഇത്രയും വൈകിയത്. കാരണം ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമ്പോൾ ആ നഗരം വിട്ട് പുറത്തേക്ക് വരാൻ തന്നെ എത്രയോ സമയമെടുത്തു. അപ്പോൾ പിന്നീടുള്ള ആ വഴിത്താരയിലെല്ലാം ഇതുപോലെ തന്നെയാണ്. VSനെ സ്നേഹിക്കുന്നവർ ആ വാഹനത്തിനടുത്തേക്ക് ഓടി വരികയും അവരെല്ലാം കണ്ടു തീരുന്നത് വരെ ആ വാഹനം നിർത്തിക്കൊടുക്കുകയും ചെയ്യും. ഇനിയും സമയമെടുക്കും ആലപ്പുഴയിൽ പുന്നപ്രയിൽ VSന്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് എത്തിച്ചേരാൻ. ഏതായാലും വലിയ ജനക്കൂട്ടമാണ് ഹരിപ്പാട് VSന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അവരെല്ലാം ആ വാഹനത്തിൽ VSന് പുഷ്പങ്ങൾ അർപ്പിക്കാൻ പറ്റുന്ന ആ വാതിലിനടുത്തേക്ക് ഓടിയെത്തുകയാണ്. ഇനിയുമുണ്ട് ഹരിപ്പാട് ഈ ടൗൺ കടന്ന് പുറത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുക്കും. തീർച്ചയായിട്ടും ഹരിപ്പാട് ആണ് ഇപ്പോഴുള്ളത്. വലിയ ജനസാഗരമുണ്ട് അവിടെ. VS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് മടങ്ങിപ്പോകാനുള്ള ജനങ്ങളുടെ തിരക്കാണ്. കഴിഞ്ഞ ദിവസം മുതലേ കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട്. മഴയെ അവഗണിച്ചും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാത്തു നിൽക്കുന്ന, മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന, അക്ഷമരായി കാത്തു നിൽക്കുന്ന ജനങ്ങൾ. അവരുടെയൊക്കെ കടലിരമ്പം നമുക്ക് ഈ മുദ്രാവാക്യം വിളികളിൽ കേൾക്കാം. സങ്കടക്കടലാണ് ഉള്ളിൽ. സങ്കടത്തിലായിരിക്കുമ്പോഴും വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഇരുവശവും മുഷ്ടി ചുരുട്ടിക്കൊണ്ട് കാത്തു നിൽക്കുകയാണ്. ഉള്ളിലുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ വേദനയുമൊക്കെ മുദ്രാവാക്യം വിളികളിലേക്ക് ഒതുക്കിക്കൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് ആ വിപ്ലവ നായകന്, സമരനായകന്, സമരസൂര്യന് വിട നൽകുന്ന കാഴ്ചയാണ് നമുക്ക് റോഡിന് ഇരുവശവും ഈ അനന്തപുരി മുതൽ കാണാനാവുന്നത്. ഇപ്പോൾ ഹരിപ്പാടാണുള്ളത്. ഹരിപ്പാട് ടൗൺ കടന്നു പോകാൻ തുടങ്ങുകയാണ് വാഹനവ്യൂഹം. വലിയ ജനാവലി ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ച സമയം മുതൽ നമ്മൾ കാണുന്നു. വികാരവായ്പോടെ ജനം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച. ആലപ്പുഴയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സ്വന്തം നാടാണ്. ആലപ്പുഴയിൽ തൻ്റേതായ ഒരുപാട് കാര്യങ്ങളിൽ സാന്നിധ്യം അറിയിച്ച വ്യക്തി, സ്വന്തം നാടിനോടുള്ള സ്നേഹം എല്ലാ തരത്തിലും കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. തിക്താനുഭവങ്ങളും ഏറെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ആലപ്പുഴയോട് മാത്രമേ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയൂ. ഒപ്പം പ്രവർത്തന മണ്ഡലം ഏറെക്കാലം ഉണ്ടായിരുന്ന മലമ്പുഴ, പാലക്കാടും
പിന്നെ തിരുവനന്തപുരത്ത് അധികാര കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഉറച്ച ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടിരുന്നു VSൻ്റേതായി. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലൊക്കെയും ഹരം കൊള്ളിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ. ആ പ്രസംഗങ്ങൾ ഇനിയില്ല. പക്ഷേ ദൃശ്യങ്ങളിലൂടെയൊക്കെ അത് കാണാനാവും, സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ അത് അവശേഷിക്കും. അങ്ങനെ എല്ലാ കാലവും മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ജീവനോടെ നിലനിൽക്കും ഈ ഓർമ്മകൾ, വിപ്ലവ സൂര്യൻ്റെ ഓർമ്മകൾ. VS വിടവാങ്ങുകയാണ്. സ്വന്തം നാട്ടിലേക്ക്, പുന്നപ്രയിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക് അല്പസമയത്തിനകം എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.